അമ്പലപ്പാറ വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സമീപത്ത് താമസിക്കുന്ന നീരജാണ് 6 തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് നേരെ നീരജ് പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. ആക്രമണത്തിൽ വിഷ്ണുവിനും ബാലുശ്ശേരി സ്വദേശി പ്രിയേഷിനും ഗുരുതരമായി പരിക്കേറ്റു. കൊയിലാണ്ടി കണ്ണൂർ സ്വദേശികളായ ജിതിൻ, ബാലൻ എന്നിവർക്ക് നിസ്സാരമായും പരിക്കേറ്റു. മറ്റു 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന്റെ പൂമുഖത്ത് കിടന്നുറങ്ങുകയായിരുന്നു തൊഴിലാളികൾ. പൂമുഖത്തെ ചുമരിലേക്ക് എറിഞ്ഞ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നിലത്ത് തീപടരുകയായിരുന്നു. നാട്ടുകാരും പോലീസുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. കേസിൽ അറസ്റ്റിലായ ചുനങ്ങാട് മനങ്കയത്ത് നീരജ് ഇപ്പോൾ റിമാൻഡിലാണ്. തൊഴിലാളികൾ പതിവായി കളിയാക്കുന്നുവെന്ന ധാരണയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ബോംബ് നീരജ് ഒറ്റയ്ക്കാണ് നിർമ്മിച്ചിരുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ പുറത്തേക്കോടിയ തൊഴിലാളികളിൽ ഒരാളെ കത്തിക്കൊണ്ട് ആക്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരാൾക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. CCN ഒറ്റപ്പാലം.